നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ തിരിച്ചടി വൈകുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഒരല്പം വൈകിട്ടാണെങ്കിലും കൃത്യമായ മറുപടി പാകിസ്ഥാൻ ഭീകരർക്ക് കൊടുക്കാൻ, അതുപോലെ തന്നെ പാക് പട്ടാളത്തിന് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഒരു വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്കാർ എല്ലാവരും ഉള്ളത്. 26 പേരെ കൊലപ്പെടുത്തിയ പാകിസ്ഥാന്റെ നീക്കത്തിന് കൃത്യമായ മറുപടി കൃത്യസമയത്ത് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. എന്നാൽ അതിൽ ഏറ്റവും നിർണായകമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഓപ്പറേഷനിൽ പങ്കാളികളാകാൻ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സൈനികരുടെ കൂട്ടത്തിൽ നിന്ന് കരുത്തുറ്റവർ തന്നെയായിരുന്നു ഈ പദ്ധതി നടപ്പാക്കാൻ അതിന്റെ ചുക്കാൻ പിടിച്ചത്. ഈ പാകിസ്ഥാൻ പട്ടാളത്തിന്, അതായത് സ്ത്രീകളെ വെറും ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാനുള്ളത്. അതുപോലെ തന്നെ പാക് ഭീകരർക്ക് സ്ത്രീകൾ അവരുടെ ഒരു ഇതുണ്ടല്ലോ, ഭീകരവാദം നടത്തിയാൽ സ്വർഗത്തിൽ പോകാം, ഹൂറികളുമായി പിന്നെ അങ്ങ് ജിങ്കാലാല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി സ്ത്രീകളെ കൊണ്ട് തന്നെയാണ് ഇന്ത്യ കൊടുപ്പിച്ചത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇന്നിപ്പോൾ ലോകത്തിനു മുൻപിൽ പാകിസ്ഥാൻ നാണം കെട്ട് നിൽക്കുമ്പോൾ ആ തിരിച്ചടിക്ക്, ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന്റെ തിരിച്ചടിയുടെ ഓരോ കാര്യങ്ങളും വിശദീകരിക്കാൻ ഇന്ത്യ മാധ്യമങ്ങൾക്ക് മുൻപിൽ റെഡിയാക്കി നിർത്തിയതും 2 സ്ത്രീകളെയാണ്. അതാണ് എടുത്തു പറയേണ്ടത്. ഇത് ശരിക്കും ഒരു അഭിമാന നിമിഷമല്ലേ നമുക്ക്? തീർച്ചയായിട്ടും. പാകിസ്ഥാന്റെ അടിത്തറ വരെ ഇളക്കിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയിട്ടുള്ളത്. 9 ഭീകര കേന്ദ്രങ്ങളെ ചാമ്പലാക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷനിൽ കെട്ടടങ്ങിയത് ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ ആത്മവിശ്വാസം കൂടിയാണ്. കുറച്ച് ആത്മവിശ്വാസം കൂടുതലായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും ആണവായുധം പൊട്ടിക്കുമെന്നും പറഞ്ഞ് ഭീഷണിയുടെ സ്വരമായിരുന്നു ഉയർന്നു കേട്ടിരുന്നത്. അതിപ്പോ അങ്ങ് തീർന്നിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ഒരേ നിമിഷം 9 ഭീകര കേന്ദ്രങ്ങളെ ഒരേ സമയം ലക്ഷ്യം വെച്ച് ഇന്ത്യ നടത്തിയ ഈ തിരിച്ചടി പാകിസ്ഥാന്റെ നട്ടെല്ലാണ് തകർത്തത്. 70-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 60-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് മരണസംഖ്യ ഉയരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ വന്ന വാർത്ത അനുസരിച്ചിട്ടാണ്, ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് വന്ന വാർത്ത അനുസരിച്ച് 70-ലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 22-നാണ് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ പഹൽഗാമിൽ 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനും ഉൾപ്പെടെ 26 പേരുടെ ജീവൻ അപഹരിച്ചത്. അതും 26 പുരുഷന്മാരുടെ ജീവനാണ് അപഹരിച്ചത്. അതിൽ നിന്നിട്ട് സ്ത്രീകളോട് പറഞ്ഞ്, നിങ്ങൾ നിങ്ങളുടെ മോദിയോട് പോയി പറയേ, ഞാൻ നിങ്ങളുടെ പുരുഷന്മാരെ എല്ലാം ഞങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വെല്ലുവിളിയും നടത്തിയിരുന്നു. അതിന് പകരമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ. സിന്ദൂരും മായ്ച്ചതിന് പകരമായി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ തന്നെ ഈ നടപടി ഇന്ത്യ വളരെ ധീരമായി നടത്തിയത്. പുലർച്ചെ 1:45-ന് 1:44-ന് നടത്തിയതാണ് ഈ ആക്രമണങ്ങൾ. ഭീകരർ മസൂദ് അസറിന്റെ കുടുംബത്തിലെ 10 അംഗങ്ങളും 4 സഹായികളും ഈ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഒരു ഭീകരന്റെ കുടുംബത്തിലെ 10 പേര്, ഒപ്പം തന്നെ 4 സഹായികളും, ഇവരെ ഒരുമിച്ച് തന്നെ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ BBC ഉറുദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ബവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ആസ്ഥാനം, JEM-ന്റെ ഭീകര ആസ്ഥാനവും പരിശീലന ക്യാമ്പുമായിട്ടുള്ള മർക്കസ് സുബ്ഹാൻ അല്ലാഹ് ഇത് തകർത്തു കളഞ്ഞു. ഈ മർക്കസ് സുബ്ഹാൻ അല്ലാഹ് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തിരക്കേറിയ കേന്ദ്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇത്രയും സംഭവങ്ങളാണ് ഒറ്റനോട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് 2 സ്ത്രീകളുടെ മുഖമാണ്. അതായത് ഇന്ത്യൻ സ്ത്രീകളുടെ കരുത്ത് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് അവരെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു ബ്രീഫിംഗ് നടത്തുന്നതിനായിട്ട് കൊണ്ട് നിർത്തിയത്. ശരിക്കും അവരുടെ വാക്കുകളിൽ നിന്ന് അതിശക്തമായ മറുപടി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ദുർഗകൾ തിരിച്ചടി കൊടുത്തു എന്നുള്ള ഒരു ടൈറ്റിലാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. അതെന്താണ്? രോമാഞ്ചമാണ്. അതിനെ കുറിച്ചാണ് അറിയേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് സിന്ദൂരം മായ്ച്ചവർക്കുള്ള മറുപടി കൊടുക്കലാണ്. അപ്പോ ആയുധം കയ്യിലെടുക്കേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. കാരണം സ്ത്രീകളാണ് മറുപടി പറയേണ്ടത്. പർദ്ദയ്ക്കുള്ളിൽ സ്ത്രീയെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്നവരുടെ അണ്ണാക്കൽ പൊട്ടിച്ച് സ്ത്രീകൾ വന്നു നിന്ന ഒരു നിൽപ്പുണ്ട്. അത് ഓരോ ഇന്ത്യക്കാരന്റെയും രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു, പറയുമ്പോൾ പോലും അതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കാരണം സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ ഞങ്ങൾ കൊന്നു കളയുന്നില്ല, അബലകളാണ്, നിങ്ങളെയൊക്കെ ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മോദിയോട് പറ എന്ന് പറയുന്ന ആ ഒരു ധാർഷ്ട്യത്തിന് കൊടുത്തിട്ടുള്ള
ഏറ്റവും നല്ല മറുപടി തന്നെയായിരുന്നു ഇതിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കണ്ണുകളും വരുന്നത് 2 യുവ വനിതാ ഓഫീസർമാരിലാണ്. ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ സോഫിയ ഖുറേഷിയും ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഓപ്പറേഷൻ ആശയവിനിമയ തന്ത്രത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിലെല്ലാം സ്ത്രീകൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പല നേതൃസ്ഥാനങ്ങളിലും സ്ത്രീകളുണ്ട്. ഇതിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചടി കൃത്യസമയത്ത് നടത്തുന്ന ആ സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിലും എല്ലാം കേണൽ സോഫിയ ഖുറേഷിയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലെ 9 ഭീകര ക്യാമ്പുകളാണ് തകർത്തത് എന്നും സാധാരണക്കാർ ആക്രമണത്തിന് ഇരയായിട്ടില്ല എന്നും പറയുന്നു. അതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യ കാടടച്ചൊരു ആക്രമണമല്ല നടത്തിയിട്ടുള്ളത്. വളരെ തന്ത്രപ്രധാനമായി എവിടെയാണോ ഭീകര കേന്ദ്രങ്ങളുള്ളത് ഒരു സാധാരണക്കാരന് പോലും പരിക്കേൽക്കാത്ത വിധം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കി എന്നാണ് വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പ്രതികരിച്ചത്. ഇന്ന് പുലർച്ചെ 1:05-നും 1:30-നും ഇടയ്ക്കാണ് ആക്രമണം നടന്നതെന്ന് കേണൽ സോഫിയ ഖുറേഷി പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വിജയകരമായി 9 ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ തകർത്തു. കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സൈനിക ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ അവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. അപ്പോൾ ലഭ്യമായ കുറച്ച് വിവരങ്ങൾ എന്താണ് ഇവരെ കുറിച്ച് പറയാനുള്ളത്? കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ സിഗ്നൽ കോർപ്സിലെ ഉദ്യോഗസ്ഥയാണ്. സൈനിക കുടുംബത്തിലാണ് ഇവർ ജനിച്ചു വളർന്നത്. 2016-ൽ ഇന്ത്യയിലെ പൂനെയിൽ നടന്ന അന്താരാഷ്ട്ര സൈനിക പരിശീലനത്തിൽ ഇന്ത്യയുടെ 40 അംഗ സംഘത്തെ നയിച്ച് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഖുറേഷി. സോഫിയ ഖുറേഷി എല്ലാ പങ്കാളി രാജ്യങ്ങളിലെയും ഏക വനിതാ സംഘ നേതാവ് എന്ന നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ അച്ഛൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനാണ്. ബയോ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം നേടിയിട്ടുണ്ട്. സൈന്യത്തിൽ ചേരുന്നതിനു മുമ്പ് ശാസ്ത്രജ്ഞയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. 2006-ൽ കോങ്കോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പീസ് കീപ്പിംഗ് ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. സോഫിയ ഖുറേഷിയുടെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വനിതകൾക്ക് സൈന്യത്തിൽ കൂടുതൽ പങ്കാളിത്തം നൽകുന്നതിന് പ്രചോദനമായിട്ടുണ്ട് ഇവരുടെ ജീവിതം എന്ന് തന്നെ പറയും. സൈന്യത്തിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായ മേജർ താജുദ്ദീൻ ഖുറേഷിയാണ് ജീവിത പങ്കാളി. ഒരു മകനുണ്ട്. അദ്ദേഹം സിഗ്നൽസ് കോർപ്സിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഖുറേഷി ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ സ്ത്രീകൾക്കും ഇന്ത്യൻ ആർമിയിലും ശ്രദ്ധേയമായ വ്യക്തിത്വമായി മാറിയിട്ടുണ്ടായിരുന്നു. 1999-ൽ സ്വന്തം നാട്ടിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലൂടെ കമ്മീഷൻ ചെയ്യപ്പെട്ട വനിതാ ഓഫീസർ കൂടിയാണ് ഇവര്. സിഗ്നൽ റെജിമെന്റുകളിലെ കലാപവിരുദ്ധ മേഖലകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പഞ്ചാബ് അതിർത്തിയിലെ ഓപ്പറേഷൻ പരാക്രമത്തിൽ സജീവ പങ്കാളിയായി സോഫിയ ഖുറേഷി പ്രവർത്തിച്ചിരുന്നു. വടക്കുകിഴക്കൻ മേഖലയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിയായിട്ടുണ്ട്. സൈന്യത്തിൽ തുല്യ അവസരത്തിലും തുല്യ ഉത്തരവാദിത്വത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് സോഫിയ പറയാറുള്ളത്. അല്ലാതെ സ്ത്രീകൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്ന രീതിയിലല്ല, തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വളരെ മികച്ച ഒരു ധീര യോദ്ധാവ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സൈന്യത്തിലെ ദുർഗ തന്നെയായിട്ട് മാറാൻ കരുത്തുള്ള സ്ത്രീ രത്നമാണ് അവര്. ഇത് വാർത്താ സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ കേണൽ ഖുറേഷിയെ തെരഞ്ഞെടുത്തത് അവിചാരിതമായി പെട്ടെന്നങ്ങ് നടന്നു പോയതോ അല്ലെങ്കിൽ അവരങ്ങനെ വന്നുപെട്ടതോ അല്ല. തികച്ചും പ്രതീകാത്മകമായി തന്നെയാണ് സോഫിയ ഖുറേഷിയെ ഇതിന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം ഈ അടിസ്ഥാന സൗകര്യങ്ങളിലും ഇതിലെല്ലാം തന്നെ വളരെ വൈകാരികമായ ദേശീയമായ ഒരു പ്രാധാന്യം ഇതിന് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണത്. അപ്പൊ 26 സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച് കൊന്നു തള്ളിയത് മുഴുവനും പുരുഷന്മാരെയാണ്. അപ്പോൾ അവരുടെ സിന്ദൂരം മായ്ച്ചു എന്നുള്ളതാണ്. സ്ത്രീകളുടെ സിന്ദൂരം, 26 സ്ത്രീകളുടെ സിന്ദൂരവും മായ്ച്ചു. എന്നിട്ട് ആ സ്ത്രീകളോട് ഒരു വെല്ലുവിളി നടത്തി, സ്ത്രീകൾ അബലകളാണെന്ന്. അത് അല്ല എന്ന് തെളിയിക്കാൻ തന്നെയാണ് ഇന്ത്യ ഈ 2 സ്ത്രീകളെ ഇത് ഏൽപ്പിച്ചത്. അഭിമാനം തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത്, ഇതിനൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പറയേണ്ട ആളാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റ് സോഫിയയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യോമിക സിംഗ്. സൈനിക ഉദ്യോഗസ്ഥയാകുക എന്നതായിരുന്നു വ്യോമികയുടെ കുട്ടിക്കാലം മുതൽ തന്നെയുള്ള ആഗ്രഹം. സ്കൂൾ കാലം മുതൽ പറക്കാനാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. ആ ആഗ്രഹമാണ് വ്യോമികയെ ഇന്ത്യൻ വ്യോമസേനയിൽ എത്തിച്ചത്. പേരിൽ തന്നെയുണ്ട്, വ്യോമികയുടെ പേരിൽ തന്നെയുണ്ട്, ആകാശവുമായി ബന്ധപ്പെട്ട അർത്ഥത്തിൽ തന്നെയാണ് ആ പേര് വരുന്നത്. ഇന്ത്യയിലെ സ്ത്രീകളെ പോലും
ഭയപ്പെടുത്താൻ നിനക്കൊന്നും കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് വ്യോമികയും സോഫിയും ഒരുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നത്. ഇതില് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കണ്ട ഒരു ചിത്രമാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട് ഭർത്താവിന്റെ അടുത്ത് ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താതെ തികച്ചും എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം മുഖത്തുള്ളത് പോലെ ഇരുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. ഹിമാൻഷി നർവാൾ. അവർ തികച്ചും മൗനം പാലിച്ചിരുന്നു. അത് നിസ്സഹായതയാണെന്ന് കരുതിയിട്ടുള്ള ഭീകരന്മാർക്കുള്ള തിരിച്ചടി, ആ തിരിച്ചടിയാണ് അല്ലെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് അന്ന് അവരുടെ മൗനത്തിൽ ഉണ്ടായിരുന്നത് എന്നത് ഇപ്പോൾ കുറച്ച് 10-16 ദിവസങ്ങൾക്ക് ശേഷം ആ മൗനത്തിനുള്ള തിരിച്ചടിയാണ് കൊടുത്തത്. അന്ന് അവരുടെ മൗനം പറഞ്ഞിരുന്നു, ഇന്ത്യ ഒന്നും ചെയ്യാതിരിക്കുവോ. ശരിയാണ്, ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഒരു ചിത്രം. അതായത് പഹൽഗാമിൽ ആക്രമണം നടക്കുമ്പോൾ അന്ന് കൊല്ലപ്പെട്ടത് അവരുടെ ഭർത്താവാണ്, ഹിമാൻഷി നർവാളിന്റെ. കല്യാണം കഴിഞ്ഞ് 6 ദിവസമേ ആയിട്ടുണ്ടായി. അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പകപ്പ്, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു അങ്കലാപ്പ്, ഒപ്പം തന്നെ ഇതിന് പകരം എങ്ങനെ കൊടുക്കും, ഇവർക്ക് പകരം വീട്ടണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം, ഇതെല്ലാം ആ മുഖത്തു നിന്ന് നമുക്ക് വായിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു നീണ്ട മൗനം. അതിനെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ അവർക്ക് കൂടി കൊടുത്തിട്ടുള്ളത്, അല്ലെ? ആ 21 സ്ത്രീകൾക്കും കൂടി കൊടുത്തുള്ള ഒരു മറുപടിയാണ് ഇന്ത്യ ഇപ്പൊ ഒരു മറുപടി. അന്ന് തന്നെ അവർ പറഞ്ഞ ഇന്ത്യൻ സൈനികർ വന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ആദ്യം ഭീകരർ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് ഇന്ത്യൻ സൈനികരാണെന്ന് വിചാരിച്ച് ഇവര് ഭയപ്പെട്ടിരുന്നില്ല. കാരണം ആ വേഷത്തിലാണ് അവർ വന്നെന്ന് പറയുന്നു. അതിനുശേഷം യഥാർത്ഥത്തിൽ സൈനികർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പേടിച്ചിരുന്നു. അപ്പൊ പറഞ്ഞിരുന്നു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ഇന്ത്യൻ സൈന്യമാണ്, കൈപിടിച്ചോളൂ എന്ന് കൈ നീട്ടിയിരുന്നു. ആ കൈ നീട്ടിയതിനുള്ള ഉത്തരമാണ് കൈ വിട്ടിട്ടില്ല. ആ കൈ പിടിക്കാൻ പറഞ്ഞതിന്റെ ഒരു ഉത്തരം, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാര് തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ സഹോദരിമാരും, 2 ധീരയായ സഹോദരിമാരും. ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയാണ് ഇതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. ഇതുവരെ പാകിസ്ഥാൻ കരുതിയില്ല ഒരു ആക്രമണം ഇങ്ങനെ ജലകരാറുകളൊക്കെ പിൻവലിച്ചുകൊണ്ടും ഷട്ടറുകൾ അടച്ചുകൊണ്ടും ഒക്കെ ഇന്ത്യ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരുന്നപ്പോ അവരങ്ങ് കരുതി ഇത്തരത്തിലുള്ള മറുപടി മാത്രമേ ഞങ്ങൾക്ക് കിട്ടൂ എന്നാണ് കരുതിയത്. പക്ഷെ അതൊന്നുമല്ല. പുൽവാമയിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമ്പോൾ, അതായത് ബലാക്കോട്ടിൽ, നിങ്ങൾ പുൽവാമയിൽ നടത്തിയ കാടത്തത്തിന് ബലാക്കോട്ടിൽ കയറിയാണ് ഇന്ത്യ അന്ന് മറുപടി കൊടുത്തത്. ഇന്ത്യയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതിന്റെ അടുത്ത മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 9 കേന്ദ്രങ്ങൾ, അതായത് ലഷ്കർ എ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളാണ് തകർത്തെറിഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് തെരഞ്ഞു പിടിച്ച് ലഷ്കർ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ സംഘങ്ങളുടെ കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കരുത് എന്നുള്ളതാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത്. കാരണം ഈ 3 തീവ്രവാദ സംഘങ്ങളാണ് ഇന്ത്യയെ ഞങ്ങൾ തകർത്തെറിയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകരവാദം നടത്തുന്നത്. അതിൽ അവരുടെ നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള, അബ്ദുൾ മാലിക്കും മുസദിർ എന്നിവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി കണക്ക് കൂട്ടി ഇന്ത്യൻ ഇന്റലിജൻസ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യൻ സൈന്യം അവിടെ കയറി ആക്രമണം നടത്തിയത്. ഹിറ്റ് ലിസ്റ്റിൽ ഉള്ള ആൾക്കാരാണ് അവരുടെ തലകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. നമുക്കിവിടെ മറ്റൊരു കരുത്തിനെ കുറിച്ച് കൂടി പറയണം. റഫാൽ ആ കരുത്തിനെ കുറിച്ച് കൂടി പറയാതെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്തായിരുന്നു? ഫ്രാൻസ് നിർമ്മിത സ്കാൽപ്പ് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഇവയെല്ലാമാണ് ഇന്ത്യൻ സേന ഇതിനായിട്ട് കളത്തിലിറക്കിയത്. ഫ്രാൻസിന്റെ അഭിമാനമായ റഫേലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ്പ് മിസൈലുകളാണ് ഇവ. ആദ്യമായാണ് ഒരു റഫേൽ യുദ്ധവിമാനം ഒരു ആക്രമണത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതാണ് ഫ്രാൻസിനും അഭിമാനമായിട്ടുള്ളത്. ഇത്രയും ആദ്യ പറക്കൽ തന്നെ, ആദ്യ ആക്രമണത്തിന് വരുന്ന ഫസ്റ്റ് സംഭവം തന്നെ വൻ വിജയമായി മാറി. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ. ലോകത്തിലെ ഏറ്റവും നൂതനവും കഴിവുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് റഫേൽ. സമുദ്രനിരപ്പിൽ നിന്ന് 4000 മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ റഫേലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ്പ് മിസൈലുകൾക്ക് സാധിക്കും. കമാൻഡ് സെന്ററുകൾ, എയർഫീൽഡുകൾ എന്നിവയെല്ലാം തകർക്കാനാണ് റഫേൽ ഉപയോഗിക്കാറുള്ളത്. 9.3 ടൺ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി റഫേലിനുണ്ട്. എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വഹിക്കാം. ഇതുകൂടാതെ ആവശ്യമെന്നുണ്ടെങ്കിൽ ആണവ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണത്തിനും ശേഷിയുള്ളതാണ് റഫേൽ
യുദ്ധവിമാനങ്ങൾ. കരുത്തനെയും കൊണ്ടാണ് പോയത്. ആ കരുത്തനെയും കൊണ്ടാണ് പോയിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനമുണ്ട്. ഇതിനുള്ളിലാണെങ്കിൽ അത്യാധുനിക റഡാറുമുണ്ട്. അപ്പോ ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്തുണ്ട്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ ഏത് ലക്ഷ്യങ്ങൾ വേണമെങ്കിൽ തകർക്കാൻ റഫേലിന് നിഷ്പ്രയാസം സാധിക്കും. ഫ്രാൻസ് വികസിപ്പിച്ചെടുത്തതാണ് ഗൈഡഡ് എയർ ടു സർഫേസ് യുദ്ധോപകരണമാണ്. ആർമെന്റ് എയർസോൾ മോഡുലെയർ എന്ന് അറിയപ്പെടുന്ന ഹാമറും ഈ നമ്മുടെ സേന പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഒരേ സമയം തന്നെ 6 ഹാമറുകൾ വരെ വഹിക്കാൻ കഴിവുള്ള എന്തായാലും വളരെ നൂതനമായ ഏറ്റവും മോഡുലാർ ആയുധ സംവിധാനം ആണ് ഹാമറിലുള്ളത്. ഏതു കാലാവസ്ഥയും ഉപയോഗിക്കാൻ കഴിയും, എത്ര ഉയരത്തിൽ വേണമെങ്കിൽ പറക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഇപ്പോൾ പരിമിതി മൂലം എന്തൊക്കെയാണ് ഇതിന്റെ ഓരോ വിശദാംശങ്ങൾ നമ്മൾ പറയുന്നില്ല, എല്ലാ വിശദാംശങ്ങളും പറയണ്ട. അത്രയധികം ഗുണങ്ങളുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സംഭവം തന്നെയാണ് റഫേല്. അതുപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ആക്രമണം നമ്മൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് എറിയുകയാണ് ചെയ്തത്. ലഷ്കർ ഇ തായ്ബയുടെ ജയ്ഷയുടെ എല്ലാ ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു. ഭവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ്. അതുപോലെ മുദ്രിക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണങ്ങൾ നടത്തി. ഹാഫിസ് സയ്യിദിന്റെ കേന്ദ്രമാണ്. അതിലും ആക്രമണങ്ങളെല്ലാം നടത്തി. 3 സേനകൾക്കും വിവരങ്ങളെല്ലാം കൈമാറിയ ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും. ഒരേ സമയത്ത് തന്നെ ആക്രമണം 9 കേന്ദ്രങ്ങളിലാക്കി നടത്തി. ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ കയറി അടിച്ചിട്ട് കൂളായിട്ട് തിരിച്ചു പോകുന്നത്. തിരിച്ച് നമ്മൾ എത്തിയതിനു ശേഷമാണ് എന്താണ് സംഭവിച്ചത് എത്തിയതും അറിഞ്ഞില്ല, തിരിച്ചു വന്നതും പാകിസ്ഥാൻ അറിഞ്ഞില്ല. ആ രീതിയിൽ വിളിച്ചു നിൽക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ദീപാവലിയാണ്, ഒരു വെടിക്കെട്ട് നടന്നിട്ടുണ്ട്. അത്രമാത്രമേ ഇപ്പൊ പാകിസ്ഥാൻ അറിയുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ്. ഇതും കൊണ്ട് പഠിച്ചില്ലെങ്കിൽ അതെ ഇനി പോകാൻ പോകുന്നത് തലയായിരിക്കും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്ന എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഇതുവരെ അതല്ല, അതൊന്നുമല്ല കോമഡി. മറ്റേ ഖ്വാജ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ്. അതല്ലല്ലോ ഇതുവരെ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞിരുന്നത് അണ്വായുധം പൊട്ടിക്കും എന്നായിരുന്നു. എന്തായാലും ഇപ്പൊ വന്ന വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഇന്ത്യൻ പെൺപടയുടെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ അങ്ങോട്ട് ഇറങ്ങിയ ഇന്ത്യൻ സേന മുഴുവൻ ഇറങ്ങിയാൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്ന് തന്നെയുള്ളത്. അത് ഇന്ത്യൻ പെൺപട പകുതി മതി, പകുതി പോലും വേണ്ട, രണ്ടുപേരും. അപ്പോ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇനിയും വേണേ ചോദിച്ചാൽ മതി, തരും. അപ്പൊ കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.